യു ആർ നോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദി സീറോ. എനിക്കൊരു കംബാക്ക് വേണം, എനിക്കൊരു തിരിച്ചുവരവ് വേണം. ദാറ്റ്സ് എ പോസിറ്റീവ് സൈഡ്. ദാറ്റ് ഈസ് യു ആർ റെഡി. നിങ്ങൾ മാറ്റത്തിന് റെഡിയാണ്. നമ്മളിപ്പോൾ പലരെയും അടുത്തൊരു നെഗറ്റീവ് തോട്ട്സ് ആയി വരുന്ന കാര്യമാണ്, സാറേ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഈ സക്സസ് എന്നിലേക്ക് വരുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്ന റിസൾട്ട് എന്നിലേക്ക് വരുന്നില്ലല്ലോ. 9ാമത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ വിജയമായിരിക്കും. എൻ്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ചങ്ങലക്കണ്ടി മുറിക്കുന്ന ആള് ഞാനായിരിക്കും. 2026 എനിക്ക് തിരിച്ചു വരണം സാറേ, എനിക്ക് എൻ്റെ പഠനത്തിലേക്ക് തിരിച്ചു വരണം, എനിക്ക് എൻ്റെ ഫോക്കസിലേക്ക് തിരിച്ചു വരണം, എനിക്ക് എൻ്റെ ഡിസിപ്ലിനിലേക്ക് തിരിച്ചു വരണം. ആഗ്രഹമുണ്ട്. പക്ഷെ ചില നെഗറ്റീവ് തോട്ട്സ് എൻ്റെ കൈയിനെയും കാലിനെയും ഇങ്ങനെ കെട്ടി വലിഞ്ഞു മുറുകിയിരിക്കുക. എനിക്ക് ഒരു അടി പോലും മുന്നോട്ട് അനങ്ങാൻ സാധിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഇങ്ങനെയായിരിക്കും മെജോറിറ്റി കുട്ടികളുടെ അവസ്ഥ. ആ നെഗറ്റീവ് തോട്ട്സിനെ, ആ നിങ്ങളെ കാലിനെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സിനെ വലിച്ച് കീറി മുറിച്ച് ദൂരത്തേക്ക് എറിയാൻ വേണ്ടി പോയാണ് ഈ ഒരൊറ്റ വീഡിയോയുടെ 2026 അക്കാഡമിക് കംബാക്ക് ആഗ്രഹിക്കുന്ന ആള് ഈ വീഡിയോ അവസാനം വരെ കണ്ടോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലരും നമ്മളെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, അവനൊന്നും അറിയില്ല, അവൻ വട്ടപൂജ്യമാണ്, അവനെന്താണ്, അവനൊന്നുമില്ല, അവന്റെ ഉള്ളിലൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് അവനൊരു തിരിച്ചറിവുണ്ടാക്കാൻ സാധിക്കുക? ഇതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും റോങ് ആയ കാര്യം. നമ്മൾ ഈ വീഡിയോ കാണുന്ന 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, യു ആർ നോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദി സീറോ. ഒന്ന് നമ്മൾ പാസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാലോ. കാരണം ബാക്കിയുള്ള ആളുകളെ പോലെ നമ്മളെ ഉള്ളിൽ വട്ടപൂജ്യമല്ല. കാരണം നമ്മൾ ഒരുപാട് വർഷമായി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് പല ടീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല ക്ലാസ് റൂമിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്, അതുപോലെ പല പരീക്ഷകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ പരീക്ഷയിൽ ചിലതൊക്കെ തോറ്റുപോയായിരിക്കാം നിങ്ങൾ, ചില നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഫീൽഡിൽ പുതിയ ആൾക്കാരല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റ്. നിങ്ങളെ പാസ്റ്റിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. ആ പാസ്റ്റിനെ അനലൈസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ പല കാര്യങ്ങളും ഇന്ന് കാണുന്ന നമ്മളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സംഭവിച്ച കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ പോസിറ്റീവ്. ആരൊക്കെ നിങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും അത് തെറ്റാണ്. കാരണം യു ആർ നോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദ സീറോ. നിങ്ങളൊരു പൂജ്യത്തിൽ തുടങ്ങുന്ന ആളല്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠനവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തിരിച്ചറിയും, അതൊന്നും നിങ്ങൾ തിരിച്ചറിയും. യു ആർ നോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ. ഇതാണ് നിങ്ങൾ ഒന്നാമത്തെ പോസിറ്റിവിറ്റി. നിങ്ങൾ എന്തല്ല, നിങ്ങളൊരു പൂജ്യത്തിൽ തുടങ്ങുന്ന ആൾക്കാരല്ല. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോയത്. എനിക്കൊരു കംബാക്ക് വേണം, എനിക്കൊരു തിരിച്ചുവരവ് വേണം. ദാറ്റ്സ് എ പോസിറ്റീവ് സൈഡ്. ദാറ്റ് ഈസ് യു ആർ റെഡി. നിങ്ങൾ മാറ്റത്തിന് റെഡിയാണ്. നിങ്ങൾ മാറാൻ റെഡിയാണ്. ഒരു നല്ല കാര്യം, നല്ല ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ റെഡിയാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മോശമല്ല, നിങ്ങൾ സീറോ അല്ല, നിങ്ങളുടെ ഉള്ളിൽ ഫയർ ഉണ്ട്. ആ ഫയറിനെ ആരൊക്കെയോ നിങ്ങളും എല്ലാവരും കൂടി ചേർന്ന് വെള്ളം ഒഴിച്ച് കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ആ ഫയർ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഫയറിനെ നമ്മളിന്ന് ആളി കത്തിക്കാൻ വേണ്ടി പോയാണ്, നമ്മളിത് തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോയാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, നിങ്ങളെ ചുറ്റും ഇങ്ങനെ കിടക്കുന്ന നെഗറ്റീവ് തോട്ട്സ് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അതിൽ ഒന്നാമത്തെ നെഗറ്റീവ് തോട്ട്സ് ആണ്, ഐ ആം നോട്ട് എ സ്റ്റഡി മെറ്റീരിയൽ. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ഒന്നുമല്ല, ഞാൻ അങ്ങനെ പഠിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ അങ്ങനെ ആസ് യൂഷ്വൽ ഇങ്ങനെ പോകുന്ന ഒരു ആവറേജ് ആണ്, അല്ലെങ്കിൽ ഞാൻ ബിലോ ആവറേജ് ആണ്, ഞാനൊരു ബാക്ക് ബെഞ്ചറാണ്. ഇങ്ങനെ കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. നിങ്ങൾ ഒഴിവാക്കാം. എന്നെ കൊണ്ടൊന്നും പറ്റൂല, കാരണം ആ കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് നോക്ക്, എത്രയോ കുറവാ, ഞാനൊക്കെ എങ്ങനെ അവിടെ എത്താം. ഇതാദ്യം ഒരു ഇല്യൂഷനാണ്. നമ്മളൊരു പരീക്ഷ പേപ്പറിൽ 1-2 മാർക്ക് കുറഞ്ഞ സമയത്ത് ആ സിറ്റുവേഷൻ നമ്മുടെ തലയിലേക്ക് തോന്നിപ്പിച്ച ഒരു കാര്യമാണ്, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, നീ സീറോ ആണ്. അത് ലൈഫ് ഇപ്പോഴും ഒരേ മൊമെന്റ് അല്ല, അത് കഴിഞ്ഞ് എത്ര കാലായി. ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് ബ്രേക്ക് ചെയ്യും. അത് തെറ്റായതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് റോങ് തിങ്ങാ. നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു ഇല്യൂഷനാ. ആ മൊമെന്റിൽ എന്തോ തോന്നിയൊരു തോന്നലാണ്, അത് യാഥാർത്ഥ്യമല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പാസ്റ്റ് നിങ്ങൾ ഈ പ്രസന്റിലേക്ക് വാ. ഈ പ്രസന്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന കാര്യം. ഈ പ്രസന്റിൽ ഈ വീഡിയോ ഇത്രയും മൊമെന്റ് നിങ്ങൾ കണ്ടില്ലേ, ഈ പ്രസന്റ് നിങ്ങൾ എടുത്ത തീരുമാനമല്ലേ ഇത്രയും നേരം ഈ വീഡിയോ കാണാനും എന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ കാരണമായത്. യു ആർ ടേക്കൻ എ ഗുഡ് ഡിസിഷൻ. അപ്പൊ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ നല്ല തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം നമ്മളെ ഹാപ്പി ആക്കണമെങ്കിലും അത് മോശമാക്കണമെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനം. നമ്മുടെ ജീവിതം അത് ഹാപ്പി ആവണമെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മോശത്തിലേക്ക് പോകണമെങ്കിലും ഒക്കെ എടുക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ പോസിറ്റീവായിട്ടുള്ള പ്രസന്റിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് മൊമെന്റിലേക്ക് വരിക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ പലരെയും അടുത്തൊരു നെഗറ്റീവ് തോട്ട്സ് ആയി വരുന്ന കാര്യമാണ്, സാറേ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഈ സക്സസ് എന്നിലേക്ക് വരുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്ന റിസൾട്ട് എന്നിലേക്ക് വരുന്നില്ലല്ലോ. ഇതാണ് അടുത്തൊരു നെഗറ്റീവ് തോട്ട്സ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, സക്സസ് ഇസ് നോട്ട് കമ്മിങ് ഫ്രം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന എല്ലാ സക്സസ്, അത് നമുക്ക് വേണമെങ്കിൽ ഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, അത് എല്ലാ കാലവും ഉണ്ടാവില്ല. സക്സസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനിതൊരു കാര്യം ചെയ്യുന്നു, നാളത്തെ റിസൾട്ട് കിട്ടുന്ന ഒരു നിർബന്ധമില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യം, ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങളുടെ പാരന്റ്സോ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ പോലും ചിലപ്പോൾ നിങ്ങൾ അപ്രീസിയേഷൻ ചെയ്യാൻ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല, കൈയടിക്കാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കില്ല.
അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഓരോ ദിവസവും ആരും കൈയടിക്കാൻ ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും 1, 2, 3, 4, 5, 6, 7, 8 എങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ആരുടെയും കയ്യടി പ്രതീക്ഷ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 9ാമത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ വിജയമായിരിക്കും. ഇത്രയും ദിവസത്തെ ഫൗണ്ടേഷൻ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ആയിരിക്കും ഇത് അറ്റ് ദ എൻഡിൽ വരുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ എവിടെയും ബേസ് ആയി പോകുന്നില്ല. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യണം. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആ സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എത്തിച്ചെല്ലാൻ നിങ്ങൾ ആ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. എവിടെയും ഇളകി പോവാതെ, ആര് വിചാരിച്ചാലും പുൽക്കാൻ സാധിക്കാത്ത ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അരിമണി തൂക്കം നന്മ ചെയ്താൽ അവിടെ കാണുന്നു പറഞ്ഞ പോലെ ഒരു അരിമണി തൂക്കം നിങ്ങൾ ഒരു എഫേർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് നിങ്ങൾ തന്നെ കിട്ടും. ആരും അത് കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ്. ഒരാളെ നിങ്ങൾ കാത്തിരിക്കേണ്ട. റൈറ്റ് മൊമെന്റ് വരാനുണ്ട്, അല്ലെങ്കിൽ എന്നിലേക്ക് എന്തോ വരാൻ വേണ്ടി പോകുന്നുണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട. അതൊക്കെ ഒരു റോങ് തിങ് മാത്രമാണ്. ഈ മൊമെന്റ് നമ്മൾ ആഗ്രഹിക്കുന്ന റൈറ്റ് മൊമെന്റ് അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ സമയത്താണ് എൻ്റെ റൈറ്റ് ടൈം. ഇപ്പോഴാണ് ഞാൻ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ മൊമെന്റ്, ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ പഠനത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, എൻ്റെ ഡിസിപ്ലിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ആരെയും കാത്തിരിക്കേണ്ട. യു ജസ്റ്റ് ക്രിയേറ്റ് യുവർ റൈറ്റ് മൊമെന്റ്. നിങ്ങളെ ശരിയായ സമയം, നിങ്ങളെ റൈറ്റ് മൊമെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ യാത്രയിൽ റൈസ് ഫൗണ്ടേഷൻ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വെളിച്ചമായിട്ട് നിങ്ങൾക്ക് ഒരു അക്കാഡമിക് കംബാക്കിൽ എത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ വീഡിയോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇത്രയും നേരമെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ട്. ഞാനൊന്ന് മാറ്റാൻ റെഡിയാണ് സാറേ, ഒരു ചേഞ്ച് ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിന്റെ നിലനിൽപ്പാണ്. കാരണം അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ചങ്ങലക്കണ്ണി മുറിക്കുന്ന ആള് ഞാനായിരിക്കും. എനിക്കൊരു തിരിച്ചുവരവ് വേണം സാറേ. ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ബട്ട് ഡു ആക്ഷനിലേക്ക് വാ, പ്രവൃത്തിയിലേക്ക് വാ. ചിന്തയിൽ മാത്രം ഒതുങ്ങാതെ അത് പ്രവൃത്തിയിലേക്ക്. അത് ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. 24/7 ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. അതുപോലെ മെയ് 1 മുതൽ 30 വരെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് 1-ാം തീയതി ഞങ്ങളെ കൂടെ വാ. ഈ ഒരു വെക്കേഷൻ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നിങ്ങളെ ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ജൂൺ 1-ാം തീയതി സ്കൂളിലെത്തി ക്ലാസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ എന്ത് ചോദ്യം ടീച്ചർ ചോദിച്ചാലും ആദ്യം ഉത്തരം പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ എത്തും. അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണും. കഴിഞ്ഞു പോയതിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഏറ്റവും ഒരു അക്കാഡമിക്സ് വൈസ് വളരെ ബാക്ക്ലൈൻ സാറേ ഞാൻ എന്ന ടീച്ചർ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇവൻ എന്തു പറ്റി? ആ കംബാക്കാടാ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഒറ്റ കംബാക്ക് ചെയ്യാൻ പോരാ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ കൊടുക്കുക. നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്തുക. എന്നിട്ട് അവനോട് പറയാം, ജസ്റ്റ് താഴെ മെസ്സേജിൽ അങ്ങ് അയക്കുന്നതാണ്, ലെറ്റ്സ് കം ബാക്ക് ടുഗദർ. നമുക്ക് ഒന്നിച്ച് തിരിച്ചു വരാടാ. നമ്മളെ കളിയാക്കിയവരോടെയും നമ്മളെ ചീത്ത പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ നമുക്കൊരു തിരിച്ചു വരവ് വേണം. ഒരു കാര്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടൈം ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ യെസ് ആർ ഐ കമ്പളിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ജയിച്ചു. ഇത്രയും നേരം ഈ വീഡിയോ കാണാൻ നിങ്ങൾ സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. അതിൽ യാതൊരു സംശയവുമില്ല. സോ വൺസ് അഗെയിൻ ജസ്റ്റ് കം ബാക്ക്. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കം ബാക്ക്. എപ്പോഴും 24/7 റൈസും നിഹാൽ സാറും ഒക്കെ നിങ്ങളെ കൂടെയുണ്ട്. നമുക്ക് നോക്കാം.